നന്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല. ഈ ഞണ്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തമാശയുണ്ട്, ഇതിനെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ എന്നാ മാർഗം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ലൈവായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അടച്ചു പൊട്ടിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കിട്ടത്തില്ലല്ലോ. ഇപ്പൊ ലൈവായിട്ട് വിടാനുള്ള മാർഗം എന്നാ? ഒരു മലയാളി പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ഡ്രമ്മിനകത്ത് ഇതിനെ എല്ലാം കൂടി ഇട്ടാൽ മതി. അപ്പൊ ഇത് കയറി നടന്നങ്ങ് പോകത്തില്ല. ഇല്ലെന്നേ, ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ മറ്റൊന്ന് താഴോട്ട് കയറി പിടിച്ചോളൂ. ഒരെണ്ണം മുകളിലോട്ട് കയറി പോകുമ്പോൾ മറ്റവൻ തന്നെ, നമ്മൾ ഡ്രം തുറന്നും കിട്ടാച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ഒരുത്തം മുകളിലോട്ട് കയറുമ്പോൾ മറ്റവൻ എന്ത് ചെയ്തോളൂ, കാലേ കയറി പിടിച്ച് വലിച്ചു താഴെ. ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ്. യു നോ വൈ? വി ആർ മിയർ മെൻ. സഭയിൽ നോക്ക്, ഇതിനപ്പുറത്ത് എന്താ സഭയിലുള്ളത്? ഇതിനപ്പുറത്ത് എന്തോ ക്രിസ്തീയ കുടുംബങ്ങളിലുള്ളത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രിസ്ത്യൻ ഫാമിലി ആൻഡ് ദ ഫാമിലി അറൌണ്ട് യു? There's nothing. And how can you say that your family is a Christian family if you have the same problems in your house? എന്താ അതിനകത്ത് ഗുണം? എന്താ കാര്യം? The Bible clearly says we are a separated people. നമ്മൾ വേർപെട്ടവരാണ്. ബിലയാൻ പറയുന്നത് അറിയാമോ? ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. We are not like the Gentiles. We are not like the people of this world. Our church should not be like an organization that is run with human knowledge. മാനുഷിക ജ്ഞാനം വെച്ച് ഭരിക്കപ്പെടുന്ന ഒരു സഭയായിരിക്കാൻ പാടില്ല ദൈവസഭ. അതുകൊണ്ടാണ് നമുക്ക് എന്താണെന്നറിയാമോ? വി ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് somebody's vision. വി ആർ നോട്ട്. അഹരോനും മിരിയാമും പറഞ്ഞ മോശയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? These are the questions we are asking. And we are even questioning the wisdom of God. അല്ലേ? നമ്മൾ പറയുന്നത് അങ്ങനെ പറയാൻ കാര്യം തന്നെ, അതിന് ദൈവം അവനെ മാത്രം എന്നെ വിളിച്ച് ഇങ്ങനെ ഏൽപ്പിച്ചെന്ന് പറയാൻ കാര്യം. We are even asking the wisdom. We are arguing with, or we are questioning the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ചോദ്യം ചെയ്യുകയാണ്. പൗലോസ് പറയുന്നത് അറിയാമോ? ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? I am not expecting you to be mere men. I want to see that you are children of God. You are guided by the Holy Spirit. അതാ പൗലോസ് പറയുന്നത്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നമ്മൾ ഒരു കാരണവശാലും സാധാരണക്കാരാകാൻ പാടില്ല. നമ്മളുടെ കുടുംബം ഒരിക്കലും ഒരു സാധാരണ കുടുംബമാകാൻ പാടില്ല. നമ്മുടെ സഭ ഒരിക്കലും ഒരു സാധാരണ ഓർഗനൈസേഷൻ ആകാൻ പാടില്ല. God wants to see that our church is controlled by the Holy Spirit. God wants to see that our family, our home is controlled by the Holy Spirit. മറ്റ് സമുദായങ്ങളിലെ പ്രശ്നം നമ്മളിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അറിയാം, ബ്രദറെ ഒത്തിരി ആൾക്കാരൊക്കെ ആയില്ലേ, ഇപ്പം പിന്നെ അതൊക്കെ ഉണ്ടേലേ പറ്റൂ. എന്തോ ഉണ്ടേലേ പറ്റുള്ളൂ. ദൈവത്തിന് അറിയത്തില്ലയോ? ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ, അതായത് ഓൾമോസ്റ്റ് 100,000, മോർ ദാൻ 100,000 ബിലീവേഴ്സ് ഈ ഫസ്റ്റ് സെഞ്ചുറിയിലെ ക്രിസ്ത്യൻ ചർച്ചില് ആ പലസ്തീൻ ഏറിയയിലുണ്ടായിരുന്നു. ഓൾ ടുഗദർ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 1 million അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി. അന്നത്തെ സഭകളൊന്നും കൊച്ചു സഭകളൊന്നും അല്ലായിരുന്നു. യെരുശലേമിലെ സഭയിൽ ഒറ്റ ദിവസം വന്ന എത്ര? 3000 പേര്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ലേ? ഇല്ലേ? ഇതിന്റെ 3000 പേര് ഫസ്റ്റ് ഡേ വന്നില്ലേ? അത്രയും എത്ര പേരുണ്ട് ഇവിടെ? നമ്മുടെ സഭയിൽ ഇപ്പൊ ആൾ കൂടിയില്ലേ ബ്രദറെ? നമുക്ക് ഇപ്പൊ എല്ലാം ആത്മാവ് പറയുന്നതോടെ നടക്കുമെന്ന് ചോദിച്ചാൽ, യെരുശലേമിലെ സഭ നടന്നെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? ഇവിടെ 3000 പേരുള്ള സഭയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഉണ്ടോ? എവിടെ ഉള്ളത്? 3000 പേരുള്ള സഭയിൽ ആത്മാവിനെ നിയന്ത്രിക്കാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 300 പേരോ 30 പേരോ ഉള്ള ഒരു സഭയിൽ ആത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? ഞാൻ ഇന്നാരുടെ പക്ഷക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ എന്ന് പോലും ചോദിക്കും. സാധാരണ മനുഷ്യരല്ലേ? ഈ അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം നമ്മൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. 4 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ പൗലോസ് പറയുന്നതെന്നറിയാമോ? അപ്പല്ലോസ് എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് അപ്പല്ലോസ് അല്ല. ഞാൻ എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല. എന്നോട് എന്തോ ചെയ്യാൻ കർത്താവ് നിയോഗിച്ചു, അത് ഞാൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അവർ പൗലോസ് പറയുന്ന കാര്യം, we did not decide. It was not we who decided what we should do among you, what kind of service we should do. ഞങ്ങളെന്താ തീരുമാനിച്ചെന്നാ പറയുന്നത്? It is designated, it is assigned. The Lord has assigned to each other. We were just servants of God. We were slaves to God.
വി വർ സ്ലേവ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ കർത്താവിന്റെ അടിമകളായിരുന്നു. ഞങ്ങളോട് അസൈൻ ചെയ്ത കാര്യം ഞങ്ങൾ ചെയ്തു. പ്രിയമുള്ളവരെ, ആത്മനിയന്ത്രിതരായി ജീവിക്കുമ്പോൾ നമ്മൾ എനിക്ക് എന്തോ കഴിവുണ്ടെന്ന് പോലും ആലോചിക്കത്തില്ല, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും ആലോചിക്കുന്നില്ല. അവൻ പറയുന്നത് എന്നോട് ദൈവം എന്തോ ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. വാട്ട് ഓൾ തിങ്സ് ഗോഡ് ഹാസ് അസൈൻഡ് മീ. എന്റെ എന്തോ അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുവാ? അസൈൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്യാൻ വേണ്ടി ഫലമേൽപ്പിക്കുന്ന ഒരു സ്പെസിഫിക് ജോലി ഏൽപ്പിക്കുകയാണല്ലേ. ഏൽപ്പിക്കപ്പെട്ട ജോലി അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളെന്ന് പൗലോസ് പറയുന്നത്. തേർഡ് വായിക്കാം. ഞാൻ വന്ന് നട്ടു, അപ്പല്ലോസ് നനച്ചു, പക്ഷെ ദൈവം അത്രേ വളരെ മാറാക്കിയത്. ആര് നട്ടു എന്നുള്ളത് വിഷയമല്ല, ആര് നനച്ചു എന്നുള്ളത് വിഷയമല്ല. പൗലോസ് നട്ടില്ലായിരുന്നെങ്കിൽ ഇത് കിളുക്കത്തില്ലായിരുന്നു, പക്ഷെ അപ്പല്ലോസ് നനച്ചില്ലെങ്കിലും ഇത് കിളുക്കത്തില്ലായിരുന്നു. ഞാനാ നട്ടത് എന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നും നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? ഞാനാ അതുണ്ടാക്കിയത്, ഞാനാ അത് ചെയ്തത്, എന്റെ തലയിലായി ആശയം ആദ്യം വന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. തലയിൽ ആശയം വരുന്ന അവിടെ ഇരിക്കത്തല്ലോ. ഇവിടെ പാവപ്പെട്ട എത്രയോ പേര് കൂടി കഷ്ടപ്പെട്ടായി കാര്യങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നില്ലേ, നനയ്ക്കുന്നത്. എന്നാൽ ഏറ്റവും ആത്യന്തികമായി ഇവൻ നട്ടാലും നനച്ചാലും ദൈവം വളരുമാറാക്കിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, when we understand that the Spirit is given to people, each people according to the desire of God, and what all things God has assigned a person, and he is getting that spirit, that strength to accomplish that mission. അത്രേ ഉള്ളൂ. എന്ത് കാര്യങ്ങൾ അവനെ അസൈൻ ചെയ്തിരിക്കുന്നു അത് ചെയ്യാനുള്ള ആത്മാവിനെ അവന് കിട്ടുന്നു, അത് അവൻ നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. So neither he who plants nor he who waters is anything, but only God who gives the growth. എന്നിട്ട് താഴെ എന്താ പറയുന്നത്? വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഈ സ്ത്രീകൾക്കുള്ള വലിയൊരു പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു സാധനം പിള്ളേരും എല്ലാം കൂടി ഉണ്ടാക്കുകയാണെന്ന് വെച്ചു. ഒടുവില് ഞാൻ ആ ദോശ കുഴച്ചതെന്ന് ഒരാൾ പറയും, എന്നെ പറയും ഞാനാ ഉപ്പിട്ടത്, ഇല്ലേ? എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഫൈനലി അതിന്റെ എല്ലാ ക്രെഡിറ്റും നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും എന്താണ്? ഞങ്ങളുടെ ജെസ്സി പറഞ്ഞാണ്, ഞങ്ങളുടെ വീട്ടിൽ എന്റെ പെങ്ങന്മാരുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധങ്ങളോ അല്ല, ഞാൻ ചില ഒറ്റയ്ക്ക് വളർന്നതാണ്. അവൻ ജെസ്സി പറയുമായിരുന്നു, അവരുടെ വീട്ടിൽ ഇവർ പിള്ളേരെല്ലാം കൂടെ ഉണ്ടാക്കും സാധനം, പെൺപിള്ളേർ രണ്ടും കൂടെ സാധനം ഉണ്ടാക്കും. സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, ആങ്ങളമാരെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയും, അല്ലെങ്കിൽ അമ്മയാ, അല്ലേ? അല്ലെങ്കിൽ അമ്മയാ. അപ്പോൾ ഇതുപോലെ പണി പുരോഗമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ മേളിൽ സ്റ്റോൺസ് ഒന്നും ആവശ്യമില്ലെന്ന പൗലോസ്. ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ബൈ അപ്പോസ്റ്റൽ പോൾ ഇൻ ദ പ്രസൻസ് ഓഫ്, അതിന്റെ ആവശ്യമില്ലെന്ന് പൗലോസ് പറഞ്ഞു. പൗലോസ് പറഞ്ഞെന്നറിയാമോ? വളർന്നു കഴിഞ്ഞാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏത്. ഈ മനോഭാവം നടുന്നവനും വേണം, നനയ്ക്കുന്നവനും വേണം. എപ്പോ വേണമെങ്കിലും അതിന്റെ പേര് വീട്ടിൽ പോകാനുള്ള മനോഭാവം ഏത് സഭാ നേതാവിനും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായില്ല. ഇതിന്റെ മോളിൽ ഞാൻ നട്ടു, ഞാൻ കഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മനോഭാവം എന്താണ്? പൗലോസ് പറയാണ്, ഇറ്റ് ഇസ് നത്തിങ്. അവിടെ പറയുന്നത് എന്താണ്? നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വളരുമാറാക്കുന്ന ആരാണ്? ദൈവമാണ്, കർത്താവാണ്. മോസസ് ഈസ് നോബഡി. ഈവൻ ഇസ്രായേൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് മോശ ആരുമല്ല, യോശുവ ആരുമല്ല, ദൈവമാണ് വളരുമാറാക്കുന്നത്. വായിച്ചേ. ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിനൊപ്പിച്ച് കൂലി കിട്ടും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്തതിന് പ്രതിഫലം എന്താണെന്ന് വെച്ചാൽ കിട്ടും. പക്ഷേ പേരാർക്ക് തന്നെയാണ് ഇരിക്കുന്നത്? ദൈവത്തിന് തന്നെയാണ്. കാര്യം വളരുമാറാക്കിയത് ആരാണ്? ദൈവമാണ്, അല്ലേ? മൈ മിഷൻ, മൈ ചർച്ച്, മൈ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമൊന്നും. ഇറ്റ് ഓൾ ബിലോങ്സ് ടു ഗോഡ്. ഇഫ് യു സേ മൈ മൈ മൈ, യു ആർ നോ മോർ എ സെർവന്റ്. എന്റെ സഭ, എന്റെ മിഷൻ ഓർഗനൈസേഷൻ, എന്റെ എന്ന് പറഞ്ഞാൽ നീ പിന്നെ എങ്ങനെ സ്ലൈവ് ആകുന്നത്? നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ കർത്താവിന്റെ ദാസൻ, ഞാൻ കർത്താവിന്റെ അടിമ. ഏത് അടിമയ്ക്കാണ് ഇത് പറയാനുള്ള അവകാശം? എന്റെ എന്ന് പറയാം. എന്റെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടിമയാണ് അല്ല, അപ്പൊ ഉടമയായില്ലേ? ഇല്ലേ? നമ്മൾ ഉടമയാണെന്ന്. അത് ബേസിക്കലി ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ ഉടമ എന്ന സ്റ്റേജിലേക്ക് വളരുകയാണെങ്കിൽ പിന്നെ
അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം പോലും കിട്ടത്തില്ല. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമെങ്കിലും കിട്ടണമെങ്കിൽ എന്തോ പറഞ്ഞോണം. കാര്യം ആർക്കേ ഉള്ളൂ പ്രതിഫലം? അടിമയ്ക്കേ ഉള്ളൂ. ഉടമയ്ക്ക് എന്തിനാ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കൊടുക്കുന്നു? അതുകൊണ്ട് ഇവിടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുന്നവർക്കൊന്നും അവിടെ ചെല്ലുമ്പോൾ എന്തില്ല? പ്രതിഫലമില്ല. എന്നാൽ ഇവിടെ അടിമ എന്ന നിലയിൽ മനസ്സിന്റെ ഉള്ളിൽ ആ അടിമ മനോഭാവം സൂക്ഷിച്ചുകൊണ്ട് ഐ എം ജസ്റ്റ് എ സ്ലേവ് ടു ജീസസ് എന്ന് പറയുന്നവർക്കാണ് അവിടെ ചെല്ലുമ്പോഴെങ്കിലും പ്രതിഫലമുള്ളത്. ഓക്കെ, സി, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ട് കൃഷിക്കാർ. വി ആർ ഗോഡ്സ് ഫെലോ വർക്കേഴ്സ്. ഫെലോ വർക്കേഴ്സ്. You are God's field and God's building. It belongs to God. ഇത് ആരുടെയാണ്? ആരുടെ വകയാണ്? ദൈവത്തിന്റെ വകയാണ്. ഇവിടെ ഒരുത്തരും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും എന്താ ഒരു മാഹാത്മ്യമോ മഹിമയോ ഒന്നും അവകാശപ്പെടാനില്ല. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ വീണ്ടും പറയുന്നത് ആത്മാവുള്ള യോശുവ. ബെസലേലിലെ ആത്മാവല്ല, യോശുവയുടെ ആത്മാവ്. ബെസലേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് അവന് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം കൊടുത്തു. അതുകൊണ്ട് സ്വർഗത്തിൽ ബെസലേലിന് പ്രതിഫലം കുറവാണോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. യോശുവയ്ക്കും ചെയ്തതിന് യോശുവയ്ക്ക് പ്രതിഫലം കിട്ടും, ബെസലേലിന് ചെയ്തതിന് ബെസലേലിന് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മഹത്വം തരുന്നതാണോ നമുക്ക് മഹിമ? നമ്മുടെ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഇവിടെ പരീക്ഷന്മാരിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ലാതെ ചെയ്യുന്നതിനെല്ലാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാം പുറകെ ഇത്രയും ഓടി നടക്കുന്നത്. വി ആർ ജസ്റ്റ് ഫാരിസീസ്. വി ആർ മിയർ മെൻ. അല്ലേ? വി ആർ മിയർ മെൻ. നമ്മൾ സ്വാഭാവിക മനുഷ്യരായി ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പോലെയോ ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സിനെ പോലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയോ സാമൂഹ്യ പ്രവർത്തകരെ പോലെയോ മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഈ മഹിമ കിട്ടാനായിട്ട് ഓടി നടക്കുന്നത്. If you consider yourself as a servant or a slave, you will never go for this kind of fame. ഇതിന്റെ പുറകെ നടക്കത്തില്ല. ആ പുറകെ നടന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിട്ടത്തില്ല. അവിടെ കൊടുക്കാൻ ദൈവത്തിന് വലിയ ഉദ്ദേശം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവിടെ ഇഷ്ടം പോലെ കൊടുക്കും. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നേക്കരുത്. ചിലർക്കുണ്ടല്ലോ ഡെയിലി വേജസ് കൊടുക്കുന്നത് പോലെ. ഡെയിലി വേജസ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്, പിന്നെ പെൻഷൻ വേണം, മറ്റേ വേണം, മറിച്ച് വേണമെന്നൊന്നും പറഞ്ഞേക്കരുത്. ഇപ്പൊ വേണം ഇച്ചിരി കൂടുതൽ തന്നേക്കാം. ഡെയിലി വേജസിന് വിളിക്കുന്നവർ ചിലപ്പോൾ എന്താണ് ശമ്പളക്കാരനേക്കാളും കൂടുതൽ പൈസയും കോൺട്രാക്ടിന് വന്ന് ചിലപ്പോൾ കോൺട്രാക്ട് ബിസിനസ് വരുന്ന ആളുകൾക്ക് എന്താണ് ദേ ഗെറ്റ് മോർ മണി ദാൻ നോർമൽ വർക്കേഴ്സ്. അത് നമ്മൾ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇത്രയും കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്ക് വേറെ കാര്യമുണ്ട്. യു ഗെറ്റ് ഓൾ ദ ബെനിഫിറ്റ്. ലൈക്ക്വൈസ് മെനി ടൈം യു നോ വാട്ട് ഹാപ്പൻ, ദോസ് ഹു ആർ ഗെറ്റിംഗ് മോർ ഹിയർ ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിത്തിങ് ദേർ. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ യോശുവ അവൻ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ആത്മശക്തി പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല. അവൻ ആത്മപൂർണനാണ്. അവൻ യഹോവയുടെ ആത്മാവിലെ എന്തും ചെയ്യാൻ പറ്റും, എന്തും ചിന്തിക്കാൻ പറ്റും, എന്തും പറയാൻ പറ്റും. കാരണം അവൻ ഒരു സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലേക്കോ മാത്രം അല്ല ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വഴി നടത്തത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ മോശയുടെ മേൽ വ്യാപരിച്ചതുപോലെയുള്ള ആത്മാവ് ഇവന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മോശയുടെ കാലിബറുള്ള ആളല്ല ഇവൻ. മോശയുടെ കാലിബറുള്ള ആളല്ല എന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ താഴോട്ട് വരുമ്പോഴത്തെ നമുക്കറിയാം. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന് മോശയെ കൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ അതുപോലെ തന്നെ യോശുവയെ കൊണ്ടും പ്രവർത്തിക്കാനായിട്ട് പറ്റും. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത യോശുവയുടെ മേലുള്ള ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആത്മാവ് അല്ല. അവനിന്മേൽ എന്റെ ആത്മാവ് ഉള്ള പുരുഷനായി ബെസലേലിന് ചില കാര്യങ്ങൾ ചെയ്യാൻ അന്നേരം കിട്ടിയെങ്കിൽ യോശുവയെ സംബന്ധിച്ചോളം അങ്ങനല്ല. അവൻ ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലും അവൻ ചെയ്യുന്നതെല്ലാം ആത്മനിയന്ത്രിതമായിരിക്കണം, എന്നാലേ പറ്റൂ. ന്യൂ ടെസ്റ്റമെന്റിലെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ആത്മാവ് നമുക്ക് എല്ലാ ജീവിത വ്യാപാരങ്ങളിലും പ്രവർത്തിക്കാനായിട്ടാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത്, അല്ലേ? പുതിയ നിയമത്തിൽ. അല്ലാതെ നമ്മുടെ ചിലരുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ബെസലേലിലെ ആത്മാവിനെ പോലെ ലിമിറ്റഡ് സ്പിയറിൽ മാത്രമേ ആത്മാവ് പ്രവർത്തിക്കുന്നുള്ളൂ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പ്രവചിക്കുമ്പോൾ ആത്മാവുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തീർന്നു, ഇല്ലേ? അന്യഭാഷ സഭയെ പറയും, പക്ഷെ പുറത്ത് പറയുമ്പോൾ വേറെ ഭാഷ പറയും, ഇല്ലേ? അപ്പോഴെന്താണ്? ആത്മാവ് ഈ ബെസലേലിൽ വന്നതുപോലെ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാനായിട്ട് ആത്മാവിനെ കിട്ടും.